പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, +2 കഴിഞ്ഞ് +2 സയൻസ് പഠിച്ച ഭൂരിഭാഗം കുട്ടികളും ചിന്തിക്കാറുള്ള കാര്യം റിപ്പീറ്റിനെ കുറിച്ചാണ്. ഈ റിപ്പീറ്റ് എന്ന് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ 2-3 കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്ലസ് ടുവിൻ്റെ ഒപ്പം എഴുതുന്ന ഒരുപാട് എൻട്രൻസ് എക്സാമുകളുണ്ടാകും. അപ്പോൾ അതിനേക്കാൾ ഒരുപാട് സാധ്യതകൾ കൂടുതലായി റിപ്പീറ്റ് ചെയ്യുമ്പോൾ കിട്ടുക. ഒരു മെഡിക്കൽ, ഒരു എഞ്ചിനീയറിംഗ് മാത്രമല്ല, ഒരുപാട് നാഷണലൈസ്ഡ് ആയിട്ടുള്ള കോളേജിലേക്കുള്ള അഡ്മിഷൻസ് എക്സാംസ് നമുക്ക് എഴുതാൻ പറ്റും. അത് നല്ല റിസൾട്ടിലേക്ക് ചിലപ്പോൾ കുട്ടി എത്തിക്കാൻ സഹായിക്കും. അപ്പോൾ ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റിയേക്കാളും എത്രയോ കൂടുതൽ ഓപ്പർച്യൂണിറ്റി നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ കാര്യം അതാണ് കേട്ടോ. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുന്ന സമയത്ത് നല്ലോണം സബ്ജക്റ്റ് അറിയില്ലെങ്കിൽ പ്രയാസപ്പെടും. അപ്പോൾ മാർക്ക് കൂടിയ കുട്ടികൾ എന്തായാലും റിപ്പീറ്റ് ചെയ്യും. മാർക്ക് കുറഞ്ഞ കുട്ടികൾ പറയും എനിക്ക് മാർക്ക് ഇല്ലല്ലോ, അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറയും. പക്ഷേ ആ കുട്ടികൾ നമ്മളൊരു രീതിയിൽ കോളേജിൽ കൊണ്ടാക്കുമ്പോൾ സബ്ജക്റ്റ് നോളജ് ഇല്ലാത്ത കാരണം കൊണ്ട് കുട്ടികൾ പിറകോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പം ഒരു കൊല്ലം നമ്മൾ കൃത്യമായിട്ട് റിപ്പീറ്റിംഗ് ലെവലിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് സബ്ജക്റ്റ് ലെവലിൽ കുട്ടികളെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുകയും അത് അവരെ ഹയർ സ്റ്റഡീസിന് ഗുണം ചെയ്യും. അപ്പം മാർക്ക് കുറഞ്ഞ കുട്ടികളാണെങ്കിലും മാർക്ക് കൂടിയ കുട്ടികളാണെങ്കിലും നിർബന്ധമായിട്ടും എൻട്രൻസിന് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. അതിൽ തന്നെ മാർക്ക് കുറഞ്ഞ കുട്ടികൾ അവർക്ക് അനുയോജ്യമായ ഒരുപാട് കോഴ്സുകൾ വേറെയുണ്ട്. എൻട്രൻസിലൂടെ തന്നെ സെലക്ട് ചെയ്യുന്ന ഒരുപാട് കോഴ്സുകൾ, അതൊക്കെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. ഇനി റിപ്പീറ്റ് നമ്മളൊരു സെൻറ്റർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം അക്കാഡമിക്സ് ആണ്. പഠിത്തത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്, ഓഫ്ലൈനാണോ ഓൺലൈനാണോ? ഈ ഓഫ്ലൈനും ഓൺലൈനും പറയുമ്പോൾ തന്നെ എല്ലാവർക്കും സംശയമാണ്. ചില കുട്ടികൾക്കൊക്കെ ഓൺലൈൻ ക്ലാസ്സുകളായിരിക്കും നന്നാവുക, ചില കുട്ടികൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകളാണ് നന്നാവുക. രണ്ടും നമുക്ക് ഒരുപാട് കുറവുകളുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അപ്പോൾ സ്വന്തം കുട്ടികൾക്ക്, നമ്മുടെ മക്കൾക്ക് എന്ത് പറ്റുന്നുള്ളത് നമ്മൾ രക്ഷിതാക്കളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളത് കൃത്യമായിട്ട് തീരുമാനിക്കുക. നിങ്ങൾക്ക് ഓഫ്ലൈനാണോ ഓൺലൈനാണോ വേണ്ടത്? അതുപോലെ തന്നെ അക്കാഡമിക്സ് ലൈവ് ക്ലാസ്സുകളും കാര്യങ്ങളാണോ വേണ്ടത്? അതല്ല ഒരു ടീച്ചർ ക്ലാസ്സിൽ വന്ന് ക്ലാസ് എടുക്കണമാണോ നല്ലത്? എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ എപ്പോഴും ഓഫ്ലൈനാണ് റെഫർ ചെയ്യാറുള്ളത്. കാരണം ഓഫ്ലൈൻ ആകുമ്പോഴുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ, ഒന്ന് ടീച്ചറെ കണ്ടുകൊണ്ട് പഠിക്കാനും, രണ്ടാമത്തെ കാര്യം ഡൗട്ടുകളിന് കറക്റ്റായിട്ട് ചോദിക്കാനും, മൂന്നാമത്തെ കാര്യം ഒപ്പമുള്ള ആളുകളുടെ കോമ്പറ്റീഷൻ മൈൻഡ് മനസ്സിലാക്കി നമുക്ക് നമ്മുടെ പഠനത്തിൽ കുറേ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ പറ്റും. അപ്പം അക്കാഡമിക്സ് നല്ല രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ഓൺലൈനായാലും ഓഫ്ലൈനായാലും അത് കൃത്യമായിട്ട് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ടോ, നല്ല ടീച്ചേഴ്സ് ഉണ്ടോ, നല്ല മെറ്റീരിയൽസ് ഉണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അടുത്തൊരു കാര്യം എന്താണെന്നറിയോ, ഇതൊരു വലിയൊരു പ്രഷറുള്ള കാര്യമാണ്, നല്ല അത്യാവശ്യം പ്രഷറുള്ള കാര്യമാണ് ഈ റിപ്പീറ്റ് എന്നുള്ളത്. അല്ലാതെ പെട്ടെന്ന് കിട്ടുന്ന ഒരു സംവിധാനമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കതിൽ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്യാനുള്ളൊരു മനക്കരുത്ത് നമുക്കുണ്ടാവണം. മാർക്ക് കൂടാനും കുറയാനും സാധ്യതയുണ്ട്, പക്ഷേ കൂടിയാലും കുറഞ്ഞാലും മെൻ്റലി സ്റ്റേബിൾ ആണെങ്കിൽ നമുക്ക് അടുത്ത വലിയൊരു തിരിച്ചറിവിന് സാധ്യമാകും. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം പേടി ഉള്ളിലുണ്ടാകുമ്പോൾ എന്താ സംഭവിക്കാറ്, നീറ്റ് എക്സാമിനൊക്കെ നമ്മൾ പോകുമ്പോൾ ഇപ്രാവശ്യത്തെ നീറ്റ് എക്സാമിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ എക്സാം ടഫായി കുറേ കുട്ടികൾക്ക് എന്താ പറയുക, അവരുടെ സ്റ്റെബിലിറ്റി, മെൻ്റലിയുള്ള സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുകയും അത് വളരെ മോശം റിസൾട്ടിലേക്ക് പോകാനും കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് മെൻ്റലി നമ്മൾ കുറച്ചും കൂടി സ്റ്റേബിൾ ആവണം. താഴ്ച ഉണ്ടെങ്കിലും ഉയർച്ച ഉണ്ടെങ്കിലും അത് മനസ്സിലാക്കണം. ജീവിതത്തിൽ ഇതൊരു അവസാനമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂളായിട്ട് എക്സാം എഴുതാൻ പറ്റണം. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് നല്ലൊരു പെർഫോമൻസ് വരുള്ളൂ. അടുത്തൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ സംസാരിക്കാൻ തയ്യാറാണോ? എന്താണ് സംസാരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞത്? കാരണം നമ്മൾക്ക് അറിവില്ലായ്മ നമ്മൾ വലിയൊരു പ്രശ്നമാണ്. കുറേ കുട്ടികളും ചെയ്യണമെന്ന് പറയുക, അറിയാത്ത കാര്യങ്ങൾ മിണ്ടാതിരിക്കും. പക്ഷേ ഒരു ഫസ്റ്റ് ഡേ മുതൽ അവർക്ക് അറിയാത്ത കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ മറ്റുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, ടീച്ചേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, അവരുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മൾ പ്രശ്നങ്ങൾ കഴിഞ്ഞു പോകും. അതിനുവേണ്ടി ഡൗട്ടൊന്ന് ക്ലിയർ ചെയ്ത് മനസ്സിൽ കൊണ്ടുവരുന്ന ടെൻഷൻ കൂടും, പ്രഷർ കൂടും. അവസാനം റിപ്പീറ്റ് ചെയ്യുന്ന സംവിധാനം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയ്ക്ക് വരും. അപ്പോൾ അതൊരു മക്കളോട് പറഞ്ഞ കാര്യം, നിങ്ങൾ കൃത്യമായിട്ട് ഡൗട്ടുകൾ കാര്യങ്ങൾ ചോദിക്കണം. നിങ്ങൾ പേടിക്കണ എന്താണുള്ളത് കൃത്യമായിട്ട് ടീച്ചേഴ്സിനോട് സംസാരിക്കണം. ഒരു പക്ഷേ അത് പരിഹരിച്ചിടാൻ ടീച്ചേഴ്സിനെ കൊണ്ട് പറ്റും. അതുപോലെ തന്നെ അടുത്ത ഏറ്റവും വലിയൊരു കാര്യമാണ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. കാരണം എക്സാംസ് ആയാലും ക്ലാസ്സുകളായാലും അവർക്ക് കൊടുക്കുന്ന സിസ്റ്റംസ് ആണെങ്കിലൊക്കെ ഒരു കൃത്യമായ ഒരു പാറ്റേണിലൂടെ ഒരു സിസ്റ്റമാറ്റിക്കായ രീതിയിലാവണം കാര്യങ്ങൾ ഉണ്ടാവുന്നത്. RVSൽ അത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ചെയ്യണം. ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് കഴിയും, അത് കഴിഞ്ഞ് റിവിഷൻസ് ഉണ്ടാവും, മാരത്തോൺ ക്ലാസ്സുകളുണ്ടാവും, അത് ലാസ്റ്റ് റാപ്പ് ഉണ്ടാവും. അങ്ങനെ കുറേ പ്രോഗ്രാംസിലൂടെയാണ് RVS എന്ത് ചെയ്യുക, കുട്ടികളെ ട്രെയിൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു മിനിമം റിസൾട്ടിലേക്കെങ്കിലും എല്ലാ മക്കളും എത്തിക്കാൻ പറ്റും. അതുപോലെ തന്നെ RVSന് ഏറ്റവും വലിയൊരു കാഴ്ചപ്പാട് എന്താ വെച്ചാൽ, ചില കുട്ടികൾക്ക് മാത്രം റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതല്ല. ഇവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും റിസൾട്ട് വേണം. അവരെ കഴിവിനനുസരിച്ചിട്ട് അവർക്കുള്ള ഉയർച്ച ഉണ്ടായാൽ മതി. അല്ലാതെ എല്ലാവർക്കും MBBS കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും അവരെ കഴിവിനനുസരിച്ച് അവർക്ക് നല്ല സാധ്യതകൾ കിട്ടുന്ന രീതിയിലാവണം കാര്യങ്ങൾ ഉണ്ടാവേണ്ടത്. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റികളുള്ള നല്ല സിസ്റ്റംസ് ഉള്ള ഒരു സ്ഥാപനത്തിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടത്. അതിൽ തന്നെ
വേറൊരു വശം കൂടി ഞാൻ പറയാം, ഒരുപാട് കുട്ടികളുണ്ട്, അത് 100-ലേറെ കുട്ടികൾ പഠിക്കുന്ന ക്ലാസ്സാണ്. അതിൽ നമ്മളെ കുട്ടികൾ കൃത്യമായിട്ട് പേഴ്സണലി ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ ദയവായിട്ട് ആ പണിക്ക് നിൽക്കരുത്. കാരണം എന്താ വെച്ചാൽ ഈ ടീച്ചേഴ്സിന് ശ്രദ്ധിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ കുട്ടികളെ സപ്പോർട്ട് ചെയ്ത് ഒരിക്കലും ഇനി റിപ്പീറ്റ് ചെയ്തിട്ടും കാര്യമില്ല, റിസൾട്ട് ഉണ്ടാവില്ല. റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ മക്കളെ നല്ലോണം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ കൂടുതലായിക്കോട്ടെ കുറവായിക്കോട്ടെ, പക്ഷേ നിങ്ങളുടെ കുട്ടികളെ ഇൻഡിവിജ്വലി കൃത്യമായിട്ട് കെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. നമ്മൾ ചില ആളുകളും ചില ടീച്ചേഴ്സിനും ചില സംവിധാനങ്ങളൊക്കെ നമ്മൾ ടി വിയിൽ കാണും, അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ കാണും. പക്ഷേ നമ്മൾ ആ സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആരെയും കൃത്യമായിട്ട് മനസ്സിലാക്കാനോ ആരും ഇല്ലാത്തൊരവസ്ഥയായിരിക്കും ഉണ്ടാവുക. ഓൺലൈനിൽ കാണുന്ന ആളുകളെ ആവില്ല ചിലപ്പോൾ ഓഫ്ലൈനിൽ കാണാൻ കഴിയുക, ഒരു വട്ടം പോലും ചിലപ്പം കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരേ പ്രശ്നങ്ങൾ സത്യം പറഞ്ഞതിലുണ്ട്. അപ്പോൾ നമ്മൾ ചേർന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പോകുന്നുള്ളത് നമുക്ക് പറയാൻ കഴിയാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയുകയാണ്, നിങ്ങളുടെ മക്കളെ കൃത്യമായിട്ട് ഇൻഡിവിജ്വലി കെയർ ചെയ്യുന്ന ഒരു സംവിധാനത്തിലാണ് നിങ്ങൾ ഉറപ്പുവരുത്തുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കുട്ടിക്ക് കഴിഞ്ഞാൽ മാക്സിമം ബെസ്റ്റ് റിസൾട്ട് ആ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് കിട്ടും, ഉറപ്പാണ്. ഇതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നല്ല ഒരു ഇയർ പ്ലാനിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 6 മാസമൊക്കെ നമുക്ക് നല്ല ക്ലാസ്സുകളും എക്സാംസും കാര്യങ്ങളാണ് ഉണ്ടാവുക. പക്ഷെ അത് കഴിഞ്ഞാൽ ഒരു പക്ഷേ കുട്ടികൾക്ക് സ്റ്റഡി ടൈമും കുറേ സീരീസ് എക്സാമുകളാണ് ഉണ്ടാവുക. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, നീറ്റ് എക്സാം കഴിഞ്ഞാൽ അല്ലെങ്കിൽ JEE എക്സാം കഴിയുന്നത് വരെ ആ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഭൂരിഭാഗം കുട്ടികൾ ചിന്തിക്കുന്ന കാര്യം എന്താ പറയുക, ക്ലാസ്സൊക്കെ കഴിഞ്ഞല്ലോ ഇനി വീട്ടിലിരുന്ന് പഠിക്കായിരിക്കും. സത്യം പറഞ്ഞാൽ മാനസികമായി അതിനായി താല്പര്യം ഉണ്ടാവുക. പക്ഷേ ഒരു സിസ്റ്റത്തിൽ നിന്ന് കുറേ ടഫായിട്ടുള്ള എക്സാംസ് കണ്ട് കുറേ കോമ്പറ്റീഷൻ മൈൻഡുള്ള ആളുകളെ കണ്ടിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ ഉറപ്പായിട്ട് അത് റിസൾട്ടായിട്ട് മാറും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പൂർണ്ണതയിൽ മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രം റിപ്പീറ്റിനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അതുപോലെ ഏറ്റവും ഫൈനലി പറയാം, നിങ്ങളുടെ രക്ഷിതാക്കൾ ഒരുപാട് സാമ്പത്തികമായി പ്രയാസങ്ങളുള്ള ആളുകളായിരിക്കും. ഒരുപാട് പ്രയാസപ്പെട്ടിട്ടായിരിക്കും ഈ ഒരു പൈസ തരാം. മക്കൾക്ക് എൻട്രൻസ് കിട്ടുമോ കിട്ടൂലേ എന്നൊന്നും ഒരു ഉറപ്പുണ്ടായിട്ടില്ല. പക്ഷെ മക്കൾ ആഗ്രഹങ്ങൾക്കനുസരിച്ചാണ് അവർ ഓടുക. അങ്ങനെ ഓടുന്ന സമയത്ത് അവർക്ക് നല്ലൊരു സ്കോളർഷിപ്പ് കൊടുക്കാൻ പറ്റിയ നല്ലൊരു കാര്യമാണ്. ഹാർവസ്റ്റിൽ 90% മുകളിൽ നിങ്ങൾക്ക് +1-ലോ +2-ലോ 90 ഇങ്ങനെ ഒരു റിസൾട്ട്, ഇങ്ങനെ ഒരു സ്കീം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല കേട്ടോ. 90% കുട്ടികൾക്കൊക്കെ ഹാർവസ്റ്റിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ അവൈലബിൾ ആണ്. അപ്പോൾ സ്കോളർഷിപ്പിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോകൾ പിന്നെ അടുത്ത വീഡിയോയിലായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല രീതിയിൽ റിപ്പീറ്റ് ചെയ്യുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനും പറ്റിയ ഒരുപാട് സാധ്യതകളുണ്ട്. ഒരു രൂപ പോലും ഫീസ് അടക്കാതെ ഒക്കെയുള്ള സൂപ്പർ 500 സ്കീമിലൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് ഒരുപാട് പാവപ്പെട്ട മക്കൾക്കും അതുപോലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മക്കൾക്കും ഒക്കെ ഹാർവസ്റ്റിലൂടെ പഠിക്കാനും നല്ല കോളേജിൽ MBBSും IITയിലും NITയിലൊക്കെ എത്തിപ്പെടാനും പറ്റിയത് ഈ സൂപ്പർ 500 സ്കീമാണ്. ഹാർവസ്റ്റിൽ സൂപ്പർ 500 സ്കീമിൽ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഹാർവസ്റ്റിൻ്റെ സ്കോളർഷിപ്പ് സ്കീം നോക്കിയിട്ട് അതിൽ ഏതെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടുമെങ്കിൽ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കുറേ കുട്ടികളുള്ള ഒരു സ്ഥാപനമല്ല, നമ്മൾ കുറച്ച് കുട്ടികളെ ഏറ്റെടുത്ത് അവരെ നല്ല രീതിയിൽ പഠിപ്പിച്ച് അവർക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഇതിന് മുൻപ് പഠിച്ചു പോയ കുട്ടികളൊക്കെ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ വൈകരുത് മക്കളെ, എത്രയും നേരത്തെ തുടങ്ങണം. കുറച്ച് നേരം വൈകി തുടങ്ങി എന്താ സംഭവിക്കുക, സമയം ഉണ്ടാവില്ല പ്രിപ്പയർ ചെയ്ത് തീർക്കാൻ. അപ്പോൾ നേരത്തെ തന്നെ തുടങ്ങണം, വൈകരുത്. എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഹാർവസ്റ്റിൽ വരിക. ഹാർവസ്റ്റിൽ വന്നിട്ട് HITS എന്ന് പറഞ്ഞ സ്കോളർഷിപ്പ് എക്സാം എഴുതുക. അത് എഴുതി കഴിഞ്ഞാൽ തന്നെ ഏകദേശം നിങ്ങൾക്ക് മാർക്കോ നിങ്ങളെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളൊരു ബേസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനനുസരിച്ച് അടുത്ത ലെവലിലേക്ക് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാനും ഏറ്റവും നേരത്തെ തന്നെ ക്ലാസ്സുകൾ തുടങ്ങാനും പറ്റും കേട്ടോ. അപ്പോൾ വൈകരുത്, ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.